ഇതെന്ത് പറ്റി? 1-2 മണിക്കൂറായി മൊബൈൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. എന്ത് സംഭവം ഇത്? അതെ, ഈ മൊബൈലിൽ സ്റ്റോറേജ് ഇല്ല ഭായി. ഇത്ര കളിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. സ്റ്റോറേജ് ഇല്ല. ഇതിൽ സ്റ്റോറേജ് ആക്കാൻ വല്ല വഴിയുണ്ടോ? സ്റ്റോറേജ് ആക്കാൻ വഴിയുണ്ടോന്നു? ഒരുപാട് വഴികളുണ്ട് മൊബൈൽ സ്റ്റോറേജ് ആക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമ്മൾ അതാരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും മൊബൈലിൽ ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നില്ല. വ്യക്തമായിട്ട് മൊബൈലിൽ എങ്ങനെ സ്റ്റോറേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിനക്ക്. വാ, ടെക് ഇൻഫോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആക്കി എടുക്കാൻ നോക്കാം. നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് സ്പേസ് ആക്കി എടുക്കാൻ പോയിന്റ് നമ്പർ 1. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് അങ്ങനെ എന്താ കുറവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഒരു ആപ്ലിക്കേഷനിൽ പോയിട്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ അൺഇൻസ്റ്റാളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ഡയറക്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ വരുന്ന ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ, ആ ആപ്ലിക്കേഷനിൽ കുടുങ്ങി കിടക്കുന്ന ഡാറ്റാസ്, ഒരുപാട് കച്ചറാസൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അത് പോകുന്നില്ല. ആപ്ലിക്കേഷൻ മാത്രമേ ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ആയിട്ട് പോയിട്ടുള്ളൂ. നമ്മൾ അതിലുള്ള സംഗതികൾ കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ സ്റ്റോറേജ് ലാഭകരമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൽ ആപ്പ് ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ സ്റ്റോറേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ആ സ്റ്റോറേജിൽ നമ്മൾ ക്യാച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ക്യാച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്യാച്ച് കാണിക്കുന്നുണ്ട്, ക്ലിയർ ഡാറ്റ. ഓക്കെ താഴത്തെ ക്ലിയർ ഡാറ്റ ഉണ്ട്. ആ ക്ലിയർ ഡാറ്റയിൽ നമ്മളവിടെ ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ അടിച്ചു കൊടുക്കുക. ക്ലിയർ ക്യാച്ച്. ഓക്കെ, അത്രയും സ്പേസ് നമുക്ക് കിട്ടി. അതിനുശേഷം നമുക്ക് ആ ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അവിടെ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലുള്ള ഡാറ്റാസൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. ഡാറ്റാസ് കളഞ്ഞതിന് ശേഷം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കച്ചറാസ് കംപ്ലീറ്റ് പോയി കിട്ടും. പോയിന്റ് നമ്പർ 2. പിന്നെ പറയാനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇതാണ് സംഭവം. നമ്മൾ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയിട്ട് അവിടെ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ആപ്സ്. ഓക്കെ, ആ ആപ്സിൽ മാനേജ് ആപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ആ മാനേജ് ആപ്സിൽ നമുക്ക് ഏത് ആപ്സാണോ മാനേജ് ചെയ്യേണ്ടത്, ഏത് ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതിലൊക്കെ ക്യാച്ചേഴ്സൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. എങ്കിൽ ഒരുപാട് സ്റ്റോറേജ് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ വാട്സപ്പ് ഏറ്റവും കൂടുതൽ വരുന്നത് വാട്സപ്പിലാണ്. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ മാത്രം കാണിക്കുന്നതാണ്. വാട്സപ്പിൽ തന്നെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിൽ ക്യാച്ച് ഉണ്ട്, 236 MB ക്യാച്ച് ഉണ്ട്. നമുക്ക് കളഞ്ഞാൽ തന്നെ ഒരുപാട് നമുക്കത് കിട്ടും. ഇവിടെ ക്ലിയർ ഡാറ്റ അടിച്ചു കൊടുക്കുക, ക്ലിയർ ക്യാച്ച് അടിച്ചു കൊടുക്കുക, ക്ലിയർ ക്യാച്ച് ഓക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അതുപോലെ ഡാറ്റാസ് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. അല്ലാത്ത ആവശ്യമുള്ള ഫയലുകൾ അതിൽ വേണമെങ്കിൽ നമുക്കത് സ്റ്റോറേജ് മാറ്റിയിട്ട് മെമ്മറി കാർഡിലേക്കോട്ട് മാറ്റിയിട്ട് അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സ്റ്റോറേജ് നമ്മുടെ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മനസ്സിലാക്കുക. ഇതിപ്പോൾ ഞാൻ വാട്സപ്പിന് മാത്രം കാണിച്ചാണ്. നിങ്ങൾ ഒരുപാട് ടെലഗ്രാം മറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടെലഗ്രാമിൽ പോകാം. അതിലുള്ള ഇതുപോലെ ക്യാച്ചേഴ്സ് മറ്റൊക്കെ കളയാം. ഒരുപാട് നമുക്ക് ഇപ്പോൾ തന്നെ എത്ര MB നിങ്ങൾക്ക് കണ്ടതല്ലേ. അതുപോലെ ഒരുപാട് MBs നമുക്ക് ലാഭകരമാക്കാൻ പറ്റും. ഇപ്പോഴുള്ള സെറ്റുകളിലൊക്കെ സ്റ്റോറേജ് ക്ലിയർ ചെയ്താനുള്ള ഓപ്ഷനൊക്കെ സെറ്റിങ്സിൽ തന്നെ വരുന്നുണ്ട്. സെറ്റിങ്സിലല്ല, നമ്മുടെ സെറ്റിൽ തന്നെ വരുന്നുണ്ട്, മൊബൈലിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് എൻ്റെതെന്ന് വെച്ചാൽ റെഡ്മിയുടെ സെറ്റാണ്, 9 Prime ആണ്. ഇതുപോലത്തെ പുതിയ സെറ്റ് എടുക്കുന്ന എല്ലാവരുടെയും ഇവിടെ ക്ലീനർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. ആ ക്ലീനറിൽ പോയിട്ട് നമുക്ക് അവിടെ തന്നെ ഒരുപാട് ക്യാച്ചസ് ക്ലിയർ, ഒരുപാട് GBs നമുക്ക് ഫോണിൽ സ്റ്റോറേജ് ലാഭിക്കാൻ. ഇപ്പോൾ ഇവിടെ 2.29 GB ആണ് ഇവിടെ കാണിക്കുന്നത്. അത്ര എനിക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. എനിക്ക് ക്ലീൻ അപ്പ് 2. ഓക്കെ, അതായത് നമ്മുടെ ഒരുപാട് ക്യാച്ച് ഫയൽസും അനാവശ്യമായിട്ട് ഒരുപാട് ഫയൽസ് നമുക്കവിടെ. ഇത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മുടെ ഫോണിൽ തന്നെ പുതിയതായിട്ടും ഫോൺ വാങ്ങിക്കുന്ന എല്ലാ ഫോണിലും ഉള്ളൊരു സംഭവമാണ്. റെഡ്മിയുടെ ആയാലും റിയൽമിയുടെ ആയാലും എല്ലാത്തിലുമുള്ളൊരു സംഭവമാണ്. ഒരു സെക്യൂരിറ്റി സ്കാനിങ് കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് കൂടെ ഒന്ന് റിഫ്രഷ് ആയിട്ട് വരും, കംപ്ലീറ്റ് ഒന്ന് റിഫ്രഷ് ആയിട്ട് വരും. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ സ്റ്റോറേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പലരും ചെയ്യാത്തൊരു സംഭവമാണ്. സിമ്പിളായിട്ട് ചെയ്യേണ്ട സംഭവം. ഒരു 10 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഒന്ന് റിഫ്രഷ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറേജ് നമുക്ക് ഇവിടെ ലാഭകരമാക്കും. പോയിന്റ് നമ്പർ 3.
ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്പൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കച്ചറാസ് നമ്മുടെ മൊബൈലിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അഥവാ നിങ്ങളുടെ മൊബൈൽ അങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും വഴിയുണ്ട്. അതിന് MT ഫോൾഡർ ക്ലീനർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് MT ഫോൾഡർ ക്ലീനർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ MT ഫോൾഡർ ക്ലീനറിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ MT ആയി കിടക്കുന്ന ഒരുപാട് സംഗതികൾ, ഫോൾഡറുകൾ, നമുക്ക് വേണ്ടാത്ത ഒരുപാട് ഫോൾഡറുകൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ കാണുന്നില്ലതാ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ഫോൾഡറുകൾ, ഇവിടെ MT ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഫോൾഡറുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഇതിലൂടെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഇതിലൂടെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പേര് മറക്കണ്ട, MT ഫോൾഡർ ക്ലീനർ, MT ഫോൾഡർ ക്ലീനർ. ഓക്കെ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നീങ്ങി വരുന്നുണ്ട്. ഒരുപാട് നമ്മുടെ മൊബൈലിലുള്ള സംഗതികൾ, അനാവശ്യമായിട്ടുള്ള സംഗതികൾ മുഴുവൻ ഇവിടെ ഇങ്ങനെ വരികയാണ്. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുണ്ടോ, ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോറേജ്, ഒരുപാട് സ്റ്റോറേജ് നമുക്ക് ലാഭകരമാക്കാൻ പറ്റും. റീബൂട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. സിസ്റ്റം എപ്പോഴും റീബൂട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതുപോലെ ഇത്രയും ഫയലുകൾ ഇവിടെ കുന്നുകൂടെ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും ഫയലുകൾ ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇതൊക്കെ MT ഫോൾഡറാണ്. നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന വേറൊരു പ്രശ്നമാണ്, നമുക്ക് ആവശ്യമുള്ള സംഗതികൾ നമ്മുടെ മൊബൈലിൽ ആവശ്യമാണ്. ചില ഫോട്ടോസും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, പക്ഷെ സ്റ്റോറേജ് നിലനിർത്തുകയും ചെയ്യണം. നമ്മുടെ മൊബൈലിൽ ആവശ്യവുമാണ്, സ്റ്റോറേജ് നിലനിർത്തുകയും ചെയ്യുമ്പോൾ രണ്ടും അതൊരു കുഴക്കുന്ന ചോദ്യമാണല്ലോ അല്ലേ? എങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇമേജ് കംപ്രസർ എന്ന് പറഞ്ഞുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഇമേജ് കംപ്രസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതായത് നമ്മുടെ ഫോട്ടോസിൻ്റെ ബിഗ് സൈസ് ഫോട്ടോസൊക്കെ നമുക്ക് കുറച്ച് ഒരുപാട് MBs കുറച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓർത്ത് വെക്കുക, ഇമേജ് കംപ്രസർ. ഓക്കെ, ഇമേജ് കംപ്രസർ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ കാര്യമായിട്ട് നമുക്ക് ഏത് ഫോട്ടോസാണോ ആ ഫോട്ടോസ് സെലക്ട് ചെയ്ത് നമുക്ക് കംപ്രസ് ഇമേജസും കംപ്രസ് വീഡിയോയും കൊടുത്തിട്ടുണ്ട്. കംപ്രസ് വീഡിയോ എന്ന് വെച്ചാൽ ഇതിൽ വീഡിയോ കംപ്രസ് ചെയ്യാൻ ഏറ്റവും നല്ലത് സ്മാർട്ട് വീഡിയോ കംപ്രസറാണ്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് തന്നെ വ്യക്തമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സ്മാർട്ട് വീഡിയോ കംപ്രസർ. ഇത് നമുക്ക് ഏത് ഫോട്ടോ ആണോ അതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ നമുക്കതിൽ സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈസ് കുറച്ച് കിട്ടും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള സംഭവമാണ്, വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈസ് കുറച്ചിട്ട് നമ്മുടെ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് MBs നമുക്ക് ലാഭമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള സംഗതികൾ നഷ്ടപ്പെടുകയുമില്ല, നമുക്ക് സ്റ്റോറേജും ലാഭം കിട്ടും. ഓക്കെ, ചങ്ങായി, ഇപ്പോൾ അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. നിനക്കിപ്പോൾ മനസ്സിലായെന്നറിയില്ല. മനസ്സിലായോ? ചങ്ങായി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനിത് ഇപ്പോൾ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. റിസൾട്ട് നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ചങ്ങായിക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് അറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കി എടുക്കണം, നമ്മുടെ വീഡിയോസ് ഇമ്പ്രൂവ്മെൻ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ബൈ.